എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ആത്മീയ ടൈം മെഷീനിൽ കയറാൻ പോവുകയാണ്. തിരിച്ച് 1952ലേക്ക്. നമ്മുടെ കയ്യിലുള്ളത് അഖണ്ഡ ജ്യോതി, അതായത് അണയാത്ത ദീപം എന്ന ഹിന്ദി മാസികയുടെ ഒരു പഴയ പതിപ്പാണ്. അപ്പോ സ്വാതന്ത്ര്യം കിട്ടി അധികം വൈകാത്ത ആ കാലത്ത് ഈ മാസികയുടെ താളുകള് വെറുമൊരു ആത്മീയ വഴികാട്ടി മാത്രമായിരുന്നില്ല, ഒരു സമൂഹത്തിന് മുഴുവൻ വെളിച്ചം കാണിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? 70 വർഷം മുൻപുള്ള ഈ താളുകൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്തോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? ശരി, നമുക്ക് നോക്കാം. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ അറിവ് നമുക്ക് ഒരുമിച്ചു കണ്ടെത്താം. അപ്പോ ഈ മാസിക മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന സന്ദേശം തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന്. ബ്രാഹ്മണത്വം എന്നൊരാശയത്തിലാണ് ഇതിന്റെയെല്ലാം കാതൽ. അപ്പോ എന്താണ് ഈ ബ്രാഹ്മണത്വം? നമ്മുടെ ദുരിതങ്ങളെയും അറിവില്ലായ്മയെയും ഒക്കെ മറികടക്കാൻ ഓരോ വ്യക്തിയും തന്നിൽ തന്നെ വളർത്തിയെടുക്കുന്ന ദൈവികമായ ഗുണങ്ങളാണത്. അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഇത് ജന്മം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, അല്ല. മറിച്ച് നമ്മുടെ ഏറ്റവും മികച്ച ഒരു വേർഷനായി മാറാനുള്ള ബോധപൂർവമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ആശയം ശരിക്കും നമ്മുടെ ഉള്ളിലെ ഒരു വലിയ പോരാട്ടത്തെയാണ് വരച്ചുകാട്ടുന്നത്. ഒരു വശത്ത് അജ്ഞതയുടെയും അത്യാഗ്രഹത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ ഇരുട്ട്, മറുവശത്തോ അറിവിന്റെയും ഔദാര്യത്തിന്റെയും സമാധാനത്തിന്റെയും വെളിച്ചം. ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള ഒരു നിരന്തര പോരാട്ടം. അപ്പോൾ ഈ ലേഖനങ്ങൾ നമ്മളോട് പറയുന്നത് എന്താ? യഥാർത്ഥ ശക്തി വരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ പ്രചോദനത്തെ, ആ സ്പാർക്കിനെ ഉണർത്തുമ്പോഴാണ്. ഇത് വെറുതെ കേട്ടിരിക്കാനുള്ളൊരു ഫിലോസഫിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, ആർക്കും തകർക്കാൻ പറ്റാത്ത ആ മോട്ടിവേഷന്റെ ഉറവിടം കണ്ടെത്താനുള്ളൊരു കോൾ ടു ആക്ഷനാണിത്. ശരി, അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തമായ അടിത്തറയുണ്ടാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തിരിയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്തേക്ക്, അതായത് ലക്ഷ്യബോധമുള്ള ഒരു ജീവിതത്തിലേക്ക്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലേ, എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു സംതൃപ്തി കണ്ടെത്തുക, ഒരു ലക്ഷ്യം കണ്ടെത്തുക? ചില സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു എന്തോ ഒന്നിന്റെ കുറവ്, ആ ഒരു ശൂന്യത, അതെങ്ങനെ നികത്താം? ഈ മാസിക കൃത്യമായി ആ ചോദ്യത്തിനാണ് ഉത്തരം തേടുന്നത്. അതിനവർ പറയുന്ന ഉത്തരം വളരെ സിമ്പിളും എന്നാൽ വളരെ പവർഫുള്ളുമാണ്. ആദ്യം നമ്മുടെ ഉള്ളിലെ ആ കുറവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമതായി നമ്മളെപ്പോലെ ആവശ്യങ്ങളുള്ള മറ്റൊരാളെ കണ്ടെത്തുക. എന്നിട്ടോ നിസ്വാർത്ഥമായി അവരുടെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ലക്ഷ്യം കണ്ടെത്തുന്നത് എന്തെങ്കിലും നേടുന്നതിലൂടെയല്ല, മറിച്ച് നൽകുന്നതിലൂടെയാണ്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെ മറ്റുള്ളവർക്കുള്ള സേവനമാക്കി മാറ്റുക. എന്തൊരു മനോഹരമായ ആശയമാണല്ലേ? ഈയൊരു ആശയം ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ലോകസമാധാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയും വലിയ ആശയങ്ങളുടെ എല്ലാം തുടക്കം എവിടെയാണെന്നോ? ഓരോ വ്യക്തിയുടെയും ചെറിയ എന്നാൽ നീതിയുക്തമായ പ്രവൃത്തികളിൽ നിന്നാണ്. അതെ, ലോകസമാധാനത്തിലേക്കുള്ള വഴിയൊരുക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സത്യസന്ധമായ പെരുമാറ്റമാണ്. ഓക്കേ, ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഉള്ളിൽ സ്വഭാവം രൂപപ്പെടുത്തണം, പുറത്ത് മറ്റുള്ളവരെ സേവിക്കണം. ഇതിനൊക്കെയുള്ള എനർജി, ആ ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനൊരു ഉത്തരമുണ്ട്. ഈ മാസിക വിരൽ ചൂണ്ടുന്നത് ഒരു ആത്മീയമായ ഉറവിടത്തിലേക്കാണ്. ഇതിന്റെ എല്ലാം കാതലായി വരുന്നത് ഗീതയിലെ വളരെ ആഴത്തിലുള്ളൊരാശയമാണ്, മാമേകം ശരണം വ്രജ, അതായത് എന്നിൽ മാത്രം ശരണം പ്രാപിക്കുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന ആത്യന്തികമായൊരു വഴിയായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ വഴിയാണ് സമർപ്പണം. ഈ സമർപ്പണം എന്ന ആശയം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചു ബുദ്ധിമുട്ടായി തോന്നാം. അതിനെ ലളിതമാക്കാൻ മാസിക ഉപയോഗിക്കുന്ന ഒരു രൂപകം അതിമനോഹരമാണ്. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം പോലെയാണത്. ഒരു നിബന്ധനകളുമില്ലാത്ത, എപ്പോഴും കൂടെയുള്ള, എത്ര തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്ന ആ സ്നേഹം. അപ്പോ ഈ ഒരു ബന്ധം എങ്ങനെയാണ് നമ്മൾ ശക്തിപ്പെടുത്തുക? അതിന്റെ താക്കോല് വളരെ ലളിതമായൊരു കാര്യത്തിലാണ്: നന്ദി. അതെ, നമുക്കുള്ളതിനെ ബഹുമാനിക്കാൻ പഠിക്കുക. നമ്മുടെ യഥാർത്ഥ സമ്പത്തിരിക്കുന്നത് പണത്തിലോ പ്രശസ്തിയിലോ അല്ല, മറിച്ച് നന്ദിയുള്ള ഒരു ഹൃദയത്തിലാണ്. അപ്പോ 70 വർഷം പുറകിലേക്കുള്ള നമ്മുടെ ഈ യാത്ര അവസാനിക്കാറായി. 1952ലെ ആ താളുകളിൽ നിന്ന് 21ാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന നമുക്ക് എന്തൊക്കെയാണ് കൂടെ കൊണ്ടുപോകാൻ കഴിയുക? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പാഠങ്ങൾ? ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളെ നമുക്കൊരു ചുരുക്കി നോക്കാം. ഒന്നാമതായി, നമ്മുടെ ഉള്ളിലെ ദൈവികമായ ഗുണങ്ങൾ, അതായത് ബ്രാഹ്മണത്വം വളർത്തിയെടുക്കുക. രണ്ടാമത്,
നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യം കണ്ടെത്തുക. മൂന്നാമത്തേത്, നമുക്കുള്ള ഓരോ കാര്യത്തിലും നന്ദിയോടെ ജീവിക്കുക. അവസാനമായി, ഒരു ഉന്നത ശക്തിയിൽ വിശ്വസിച്ച് എല്ലാം സമർപ്പിക്കുക. നോക്കൂ, 1952 പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് ഇന്നും ഒരു മാറ്റവുമില്ല, അല്ലേ? ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുവരാണ്. 70 വർഷം കഴിഞ്ഞു. നമ്മുടെ ലോകം ഒരുപാട് മാറി. പക്ഷേ ഒരു അർത്ഥപൂർണമായ ജീവിതം എങ്ങനെ നയിക്കാം എന്ന അടിസ്ഥാനപരമായ ചോദ്യത്തിന് അതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഒരുപക്ഷേ നമ്മൾ തേടുന്ന പുതിയ ഉത്തരങ്ങളെല്ലാം നമ്മുടെ ഭാവിയിലല്ല, മറിച്ച് നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് വീണ്ടെടുക്കാനായി കാത്തിരിക്കുന്നുണ്ടാവാം. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?